ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ ആ ദിവസം വന്നെത്തി. നമ്മളേവരും കാത്തിരുന്ന, നമ്മളേവരും മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആ ഒരു ദിനം വന്നെത്തിയിരിക്കുകയാണ്. അതെ, മമ്മൂക്ക തിരിച്ചു വന്നിരിക്കുന്നു. മലയാളത്തിൻ്റെ താരരാജാവ്, ദ കിങ് ഈസ് ബാക്ക് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതെ, MN മൂവി പാട്രിയോട്ട് എന്ന ആ ഒരു ചിത്രത്തിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഇളകി മറിയുന്നു. അതെ, കഴിഞ്ഞ 4 മാസമായിട്ട് ഓരോ ആരാധകനും ഓരോ മലയാളിയും കാത്തിരുന്നത് മമ്മൂക്കയുടെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ്. പല നടന്മാർക്കും സിനിമകൾ പരാജയപ്പെട്ടുള്ള തിരിച്ചുവരവ് പോലെയല്ല മമ്മൂട്ടിയുടെ തിരിച്ചുവരവെന്ന് നമുക്കറിയാം. അതെ, കത്തി നിൽക്കുന്ന സൂര്യൻ, അതിനിടയിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അതിനിടയിൽ നമുക്കറിയാം സിനിമ മാത്രം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന, തുടർച്ചയായി സിനിമകൾ ഗംഭീരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ഇടവേള വന്നപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് അതിൻ്റെ പ്രതിഫലനം ഉണ്ടായത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നു. മിക്ക സിനിമാ ചാനലുകളിലും അല്ലെങ്കിൽ 99% സിനിമാ ചാനലുകൾക്കും വ്യൂസ് ഇല്ല എന്നുള്ളത്. അതെ, സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത് മമ്മൂക്ക തന്നെയാണ്. മനുഷ്യഹൃദയങ്ങളിൽ അങ്ങനെ ഒരു ആഘോഷമുണ്ടാക്കുന്നതും മമ്മൂക്ക തന്നെയാണ്. ആ മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുന്നു. അതായത് ശ്രീലങ്കൻ ഷെഡ്യൂളിൽ അദ്ദേഹം ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത്. വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. എന്താണേലും അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചെത്തിയപ്പോൾ അതൊരു പുത്തൻ ഉണർവ് തന്നെയാണ്. ഇനിയും MN മൂവിയുടെ ബാക്കി കാര്യങ്ങളിലേക്കാണ്. സിനിമ ഏറെക്കുറെ തീർന്നു എന്നുള്ളതറിയാം. ഇനി മമ്മൂക്കയുടെ ഷൂട്ടാണ് പെൻഡിങ് ഉള്ളത്. അത് അത്യാവശ്യം ഒരു ദിവസങ്ങളിൽ ഒരു 20-25 ദിവസങ്ങളോളം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മോഹൻലാൽ കൂടി കോസ്റ്റാർ ആയിട്ടുള്ള ഈ ഒരു സിനിമ, മോഹൻലാലിൻ്റെ ഏറിയ പങ്കും ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നു. അതായത് ഇനിയും മമ്മൂക്കയും ഒന്നിച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ചുള്ള കോമ്പിനേഷൻസാണ് മോഹൻലാലിന് പെൻഡിങ് ആയിട്ടുള്ളത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു വലിയ ഷെഡ്യൂൾ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം കളങ്കാവൽ എന്ന ചിത്രത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അഭിനയത്തിൻ്റെ ഈ കുലപതിയുടെ, അഭിനയത്തിൻ്റെ ഈ തമ്പുരാൻ്റെ തേച്ചുമിനുക്കി അഭിനയവുമായി മുന്നോട്ട് കുതിക്കുന്ന മമ്മൂട്ടി എന്ന അത്ഭുത പ്രതിഭയുടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മലയാളി കാത്തിരിക്കുമ്പോൾ, മലയാളി മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഞെട്ടിക്കുന്ന പ്രകടനവുമായിട്ടായിരിക്കും വരുന്നതെന്ന് അതിൻ്റെ ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുമുണ്ടായി. എന്താണെങ്കിലും ഒരു പുത്തൻ ഉണർവ് തന്നെയാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്നത് എന്ന് തന്നെ പറയാം. അതെ, മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുന്നു. ആഘോഷിക്കാം നമുക്ക്. അതെ, മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായ ഈ ഒരു സിനിമ എത്തുകയാണോ? ഒരു പക്ഷേ ദുൽഖർ സൽമാനും ഈ ഒരു സിനിമ പാട്രിയോട്ട് എന്ന സിനിമയുടെ ഭാഗമാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ ഒരു സെറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ഭുതപ്പെടാനില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഇവർ രണ്ടുപേരും ചേരുന്ന ഒരു സിനിമയിൽ ദുൽഖർ എത്തുന്നത് അതും വലിയ സംഭവം തന്നെയായിരിക്കും. കാരണം ഇത്ര വലിയ താരങ്ങൾക്കിടയിൽ ബാക്കി എല്ലാവരും ഒന്നുമല്ല എന്നറിയാം. ഇൻക്ലൂഡിങ് ദുൽഖർ പോലും. മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ ഒരുമിക്കുമ്പോൾ അതിന് മുകളിലേക്ക് ആരുമില്ല എന്ന് തന്നെ നമുക്കറിയാം. മലയാള സിനിമ ആ 2 തൂണുകളിൽ, ആ 2 തോളുകളിലാണ് അല്ലെങ്കിൽ ചുമരുകളിലാണ് തന്നെ മുന്നോട്ട് പോകുന്നത്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. ഒപ്പം തുടർച്ചയായി ഇനി വീഡിയോസ് ഉണ്ടാകും. നമ്മുടെ കൂടെ ഉണ്ടാവണം. കട്ട സപ്പോർട്ട് ഉണ്ടാവണം. ഗ്രേറ്റ് മീഡിയ.